തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ കണ്ടുകെട്ടിയ സ്വത്തുക്കൾ തമിഴ്നാട് സർക്കാരിന് കൈമാറും. സ്വത്തുക്കളിൽ അവകാശം ഉന്നയിച്ച ജയലളിതയുടെ മരുമകൾ നൽകിയ ഹർജി തള്ളിയതിനെ തുടർന്നാണ് തീരുമാനം. വരുമാന സ്രോതസ്സുകൾക്കപ്പുറമുള്ള സ്വത്ത് സമ്പാദിച്ച കേസിൽ ജയലളിത കുറ്റക്കാരിയെന്ന് കണ്ടെത്തിയിരുന്നു. 2016 മരണത്തെ തുടർന്ന് നടപടികൾ അവസാനിപ്പിച്ചെങ്കിലും സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നത് സുപ്രീംകോടതി ശരിവച്ചു. 21.3 കിലോ സ്വർണം, 1250 കിലോ വെള്ളി, 91 ആഡംബര വാച്ചുകൾ, 2 കോടി രൂപ വരുന്ന വജ്രങ്ങൾ, ഒരു വെള്ളി വാൾ, 10,500 സാരികൾ, 750 ജോഡി പാദരക്ഷകൾ തുടങ്ങിയവ കൈമാറാനാണ് ഉത്തരവിട്ടത്. ബംഗളൂരുവിൽ നിന്ന് ജംഗമ സ്വത്തുക്കൾ കൊണ്ടുപോകാൻ ബാഗുകളും സ്യൂട്ട്കേസുകളും കൊണ്ടുവരാൻ തമിഴ്നാടിനോട് കോടതി ആവശ്യപ്പെട്ടു. ചെന്നൈയിലെ പോയസ് ഗാർഡനിലുള്ള ജയലളിതയുടെ വസതിയായ വേദനിലയം ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ ഇനി തമിഴ്നാട് സർക്കാരിനാണ്. കേസുമായി ബന്ധപ്പെട്ട നിരവധി ഭൂമിയും എസ്റ്റേറ്റുകളും ബാങ്ക് നിക്ഷേപങ്ങളും തമിഴ്നാട് സർക്കാരിന് സ്വന്തമാകും. 1991 ജൂലൈ 1 മുതൽ 96 ഏപ്രിൽ 30 വരെയുള്ള സമയത്ത് സ്വന്തമാക്കിയ സ്വർണ്ണാഭരണങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളുമെല്ലാം സർക്കാർ ഏറ്റെടുക്കും. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.